Today, we are going to talk about investment strategies for beginners. അപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ആ ഒരു ഫീൽഡിലാണെന്ന് ആൾക്കറിയാം. സോ ഐ ആസ്ക്ഡ് ഹിം എങ്ങനെയാണ് ട്രേഡ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. സോ ഹി സെയ്ഡ് ഓക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ലോങ് ടേം ആണോ അതെ ലോങ് ടേം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതെന്ന്. സോ ഹി വാസ് നോട്ട് അവെയർ അബൌട്ട് സ്ട്രാറ്റജി. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ ഇവിടെ കാണുന്ന സ്റ്റോക്കുകൾ വാങ്ങി വെക്കാറാണ് പതിവ്, അങ്ങനെ പറഞ്ഞു. സോ ഐ വാസ് സ്റ്റണ്ട് വിത്ത് ഇറ്റ് ആൻസർ. അതായത് നമ്മൾ ഹാർഡ് ഏൺഡ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് എന്താണെന്ന് പോലും അറിയാതെയാണ്. സോ ഇറ്റ് ആക്ച്വലി ഗേവ് മി എ തോട്ട് ദാറ്റ് ഇത് പൊതുവെ ആളുകൾക്കുള്ള പ്രശ്നമായിരിക്കുമല്ലോ. സോ ദാറ്റ് ഇസ് എ പ്രോബ്ലം ദാറ്റ് ഐ എം ഗോയിങ് ടു സോൾവ് ടുഡേ. ഓക്കെ, സോ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. So hi, this is Ken's Million Dots, talking everything finance. 23 വയസ്സേ ഉള്ളൂ, പക്ഷെ കോടികളിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞു. മില്യൺ ഡോട്ട്സിന്റെ വിഷൻ എന്ന് പറയുന്നത് will make 1 million Indians financially independent by 2026. So this is Ken's Million Dots and let's talk everything finance. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എങ്ങനെ പിക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് ഒന്ന് റിസ്ക് അപ്പറ്റൈറ്റാണ്. അതായത് നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും. കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും, ഒരുപാട് റിസ്ക് എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. സോ റിസ്ക് അപ്പറ്റൈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഗോൾ, എന്ത് തരത്തിലുള്ള ഗോളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ വെറുതെ സ്റ്റോക്ക് മാർക്കറ്റിൽ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയല്ല, ആക്ച്വലി ഒരു സ്ട്രാറ്റജി നമുക്ക് വേണം, അതല്ലെങ്കിൽ ഒരു ഗോൾ നമുക്ക് വേണം. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ മാരേജിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ചിൽഡ്രൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി. പിന്നെയുള്ളത് ടൈം ഹൊറൈസൺ ആണ്. അതായത് നിങ്ങൾ എത്ര കാലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 2 കൊല്ലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ 10 കൊല്ലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അതും വളരെ പ്രോപ്പറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓരോ ഗോളുകൾക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് യു ഷുഡ് നോ യുവർ സെൽഫ്. നമ്മളെ തന്നെ അറിയണം. ബിക്കോസ് ഞാൻ ഈ പറയാൻ പോകുന്ന സ്ട്രാറ്റജികളൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലാണ്. അതായത് ഞാൻ ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലാണ് സംസാരിക്കുന്നത്, നോട്ട് ജസ്റ്റ് ദി കോൺസെപ്റ്റ്സ് ആൻഡ് കോൺടെക്സ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് നോ യുവർ സെൽഫ്. അത് നിങ്ങളെ പറ്റി അറിയണം. നിങ്ങളൊരു പെന്നും ബുക്കും എടുക്കുക, നിങ്ങളിത് എഴുതി വെക്കുക. ദ ഫസ്റ്റ് തിങ് ഇസ് ഏജ്. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സാണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതി വെക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ടൈം ഹൊറൈസൺ. എത്ര കാലത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെയും റൈറ്റ് ആയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് നിർബന്ധമാണ്. ആൻഡ് നമ്പർ 3 ഇസ് നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ്. അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ആളുകളുണ്ട്. പൊതുവെ യങ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിപ്പെൻഡൻസ് കുറവായിരിക്കും. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ആരും ജീവിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ചില ഏജ് കുറച്ചുകൂടി ഏജ് ആണെങ്കിൽ വൈഫ് ഉണ്ടാവും, കുറച്ചുകൂടി ഏജ് ആണെങ്കിൽ കുട്ടികളുണ്ടാവും, മാതാപിതാക്കളാണ്. ഡിപ്പെൻസ്, റൈറ്റ്? സോ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി നിർബന്ധമായിട്ടും അതിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് വൺ ഇസ് ഇൻകം. അത് നമ്മൾ എത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് റിസ്ക് പ്രൊഫൈൽ. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ എന്തെന്നുള്ളത്, ഔട്ട് ഓഫ് വിച്ച് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദിസ് റിസ്ക് പ്രൊഫൈൽ. അതായത് ദർ ആർ 3 ടൈപ്സ് ഓഫ് റിസ്ക് പ്രൊഫൈൽ: കൺസർവേറ്റീവ്, മോഡറേറ്റ് ആൻഡ് അഗ്രസീവ്. അതായത് നമുക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും, നമ്മൾ റിസ്ക് അപ്പറ്റൈറ്റിനെ ചൂസ് ചെയ്യുന്നതിന് കാണിക്കുന്നത് തന്നെയാണ് ഈ റിസ്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് തിങ് ഇസ് കൺസർവേറ്റീവ് റിസ്ക് പ്രൊഫൈൽ. അതായത് ഞാൻ അധികം റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആളുകൾ. അതായത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ റിസ്ക് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് അതായിരിക്കും. സെക്കൻഡ് തിങ് ഇസ് മോഡറേറ്റ് റിസ്ക് പ്രൊഫൈൽ. അതായത് റിസ്ക് എടുക്കാം പക്ഷെ ഒരുപാട് അങ്ങോട്ട് റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ മോഡറേറ്റ്. ആൻഡ് തേർഡ് വൺ വുഡ് ബി അഗ്രസീവ് റിസ്ക് പ്രൊഫൈൽ. അതായത് ഞാൻ നല്ല റിസ്ക് എടുക്കാൻ റെഡിയാണ്, ബിക്കോസ് യു നോ ദ ടേം, റൈറ്റ്? ഹൈ റിസ്ക് ഹൈ റിവാർഡ്. സോ ഞാൻ നല്ല റിസ്ക് എടുക്കാൻ റെഡിയാണ് ബിക്കോസ് ദിസ് മൈ യങ് ഏജ്, ഐ ഹാവ് ടു ടേക്ക് ഓൾ ദ റിസ്ക് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അങ്ങനെയുള്ളതാണെങ്കിൽ ഇറ്റ് ഇസ് ദി തേർഡ് വൺ, അഗ്രസീവ് റിസ്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ റിസ്ക് പ്രൊഫൈൽ വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നൗ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദി സ്ട്രാറ്റജീസ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഒരു മോഡറേറ്റ് റിസ്ക് പ്രൊഫൈലുള്ള ആളുകൾക്കുള്ള സ്ട്രാറ്റജികൾ. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വിച്ച് ഇസ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. സോ വാട്ട് ഇസ് വാല്യൂ ഇൻവെസ്റ്റിംഗ്? അതായത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ വാല്യൂ ഇൻവെസ്റ്റിംഗ്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ
ഇൻട്രിൻസിക് വാല്യൂ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് സ്റ്റോക്ക് ആസ് എ ലൈക്ക് വാല്യൂ സ്റ്റോക്ക്. അതായത് ഇനി വളരെ പൊട്ടൻഷ്യലി മുകളിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് അണ്ടർ വാല്യൂഡ് ആണ്, ഡിസ്കൗണ്ടഡ് ആണ്, അപ്പോൾ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് എ ഗുഡ് ഗ്രോത്ത് എന്നുള്ള രീതിയിലുള്ള വാല്യൂ ഇൻവെസ്റ്റിംഗ്. അപ്പം ഇത്ര സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. യു ഹാവ് ടു സ്റ്റഡി ദ ഫണ്ടമെന്റൽസ്, PE PBs അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. സോ ടു സെലക്ട് സ്റ്റോക്സ് ഫോർ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇഫ് ഇറ്റ് ഓൾ യു നീഡ് ഇറ്റ്, പ്ലീസ് മേക്ക് ഷുവർ യു കമന്റ് ബിലോ. ഓക്കെ, അപ്പം ഈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്, അണ്ടർ വാല്യൂ ആയിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ വെരി മച്ച് പൊട്ടൻഷ്യൽ വൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഗ്രോത്ത് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു പക്ഷേ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല പൊട്ടൻഷ്യൽ മൂവ്മെൻറ്റ്സിന് സാധ്യതയും തരാം. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് വൺ. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടോ നമ്മളൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മൈറ്റ് നോട്ട് ബി ദിസ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ഫോർ യു, റൈറ്റ്? ഇത് കുറച്ചുകൂടി ടൈം എടുക്കാം. കാരണം ഒരു കുറച്ചുകൂടി ടൈം ഹൊറൈസൺ കുറച്ച് അധികമുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ് us go to the second strategy, which is growth investing. So what is this growth investing? Growth investment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള, നല്ല ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളെ ഫിഗർ ഔട്ട് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് വെരി ഈസി, റൈറ്റ്? അതായത് ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ, ഓൾറെഡി ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന, ഇനിയും ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹൗ ഡു വി സെലക്ട് സച്ച് കൈൻഡ് ഓഫ് സ്റ്റോക്സ്? ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. ഒന്ന് പിയർ ടു പിയർ കമ്പാരിസൺ ആണ്. അതായത് സെയിം സെക്ടേഴ്സിലുള്ള ഡിഫറെൻറ്റ് സ്റ്റോക്കുകളെ കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും ഗ്രോത്ത് പൊട്ടൻഷ്യലി നിൽക്കുന്ന ഏത് കമ്പനിയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു IT സെക്ടറിലേക്ക് പോകുകയാണെങ്കിൽ TCS, വിപ്രോ എന്ന് പറയുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഏറ്റവും ബെറ്റർ ആയതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഏതിനാണുള്ളത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദിസ് എ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകളെ ഫിഗർ ഔട്ട് ചെയ്യാനുള്ള വേറൊരു വേ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആവറേജസ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആവറേജിൻ്റെ മുകളിലാണോ താഴെയാണോ എന്ന് മനസ്സിലാക്കി ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് പ്രകാരം കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രസ്റ്റിക് വാല്യൂയേക്കാൾ കൂടുതലുള്ള സ്റ്റോക്കുകൾ, അതായത് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് പ്രകാരം നമുക്ക് ചൂസ് ചെയ്യാൻ പാടില്ലാത്ത സ്റ്റോക്കുകൾ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതുണ്ടാവും. അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്രകാരം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് നമുക്ക് മനസ്സിലായുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മുടെ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ അതിനെ ഫൈൻഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതോ അതിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിലുള്ളതാണ്. മെയിൻലി ടൈം ഹൊറൈസൺ ഡിഫറൻസ് ഉണ്ട്. അതായത് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഒരു 1 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ഡു ഗുഡ്. ഓക്കെ, അപ്പം രണ്ടും എനിക്ക് തോന്നുന്നൊരു മോഡറേറ്റ് റിസ്ക് പ്രൊഫൈലിൽ പറ്റിയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇനി മൂന്നാമതൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇൻകം സ്ട്രാറ്റജി. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു ഇൻകം അഥവാ പാസീവ് ഇൻകം കൂടിയായിട്ട് ഫിഗർ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആക്കി വെക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ ബേസിക്കലി ഐ ടെൽ യു ദിസ്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ റെഗുലർ റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്കുകളിലോ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ രീതി. അതായത് നമ്മുടെ റെഗുലറായിട്ട് ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ, ഡിവിഡൻഡ് അരിസ്റ്റോക്രാറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള, അതായത് വളരെ റെഗുലറായിട്ട് നമുക്ക് ഡിവിഡൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷനും എന്തായാലും ഉണ്ടാവും. At the same time, you get a regular dividend payout as well. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഗോ ഫോർ ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അതും റെഗുലർ ഫിക്സഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോ ഒരു പാസീവ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇൻകം സ്ട്രാറ്റജി ആസ് വെൽ. ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ നമ്മുടെ കൺസർവേറ്റീവ് റിസ്ക് പ്രൊഫൈലുള്ള ആളുകൾ, അതായത് റിസ്ക് എടുക്കാൻ അത്ര താല്പര്യമില്ലാത്ത, യൂഷ്വലി ഇറ്റ് യൂസ് ടു ബി ഏജ് പീപ്പിൾ, അത്രേ ഉള്ളൂ. വെൻ യു ആർ ആഫ്റ്റർ 55 ആൻഡ് ഓൾ, യു ഗോ വിത്ത് കൺസർവേറ്റീവ് ടൈപ്പ് ഓഫ് റിസ്ക് പ്രൊഫൈൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്. യു ഗോ ഫോർ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്, അതുപോലെ ലാർജ് ക്യാപ് സ്റ്റോക്സ്. അതായത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ? ഉണ്ട്, ഇറ്റ് ഇസ് വെരി ഗുഡ്, ഇറ്റ്സ് ഗ്രോയിങ്. അതുപോലെ ഡൗൺവേർഡ് പൊട്ടൻഷ്യൽ വളരെ കുറവുള്ള, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ ഫൈൻഡ് ചെയ്ത് അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് റെഡിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കൺസർവേറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ വുഡ് ബി അഗ്രസീവ്
ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അഗ്രസീവ് റിസ്ക് പ്രൊഫൈലുള്ള ആളുകൾക്കാണ്. അതായത് ഇറ്റ് യൂസ് ടു ബി വെരി യങ് പീപ്പിൾ, അതായത് നമ്മളെപ്പോലെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏജ് കുറഞ്ഞ ആളുകൾക്ക്, വളരെ യങ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ലോസസ്, ഐ വാണ്ട് ടു ടേക്ക് ഓൾ കൈൻഡ് ഓഫ് റിസ്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകൾ, അഗ്രസീവ് റിസ്ക് പ്രൊഫൈലുള്ള ആളുകൾ, അവർക്കുള്ള സ്ട്രാറ്റജിയാണ് ആക്ച്വലി അഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. അതിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാം. ബിക്കോസ് വെനെവർ ദേ ഗ്രോ ദേ ഗോ ടു എ വെരി ഹൈ പ്രൈസ്. ഇറ്റ് യൂസ് ടു ബി. അപ്പോൾ നമ്മുടെ പെനി സ്റ്റോക്സ് അത്ര ഒഴിവാക്കുക നല്ലത്. ബട്ട് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഇസ് വെരി ഗുഡ്. ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ ചൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് റിസ്ക് പ്രൊഫൈലുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോക്ക് സെഗ്മെൻറ്റുകളാണ് മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് യു ഗോ ഫോർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ക്രിപ്റ്റോസും NFTs, കളക്റ്റിബിൾസ്, ഈ രീതിയിലൊക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫോർ എൻ അഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ഇത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് എ വെരി ഹ്യൂജ് റിവാർഡ് പൊട്ടൻഷ്യൽ ആസ് വെൽ ആസ് എ റിസ്ക് പൊട്ടൻഷ്യൽ. റിസ്ക്കും റിവാർഡും വളരെ കൂടുതലുള്ള സ്ട്രീമാണ്. അപ്പോൾ നമ്മളെ മേലുള്ള ഡിപ്പെൻഡീസ് വളരെ കുറവാണ്. അതുപോലെ നമുക്ക് നല്ല ഹൊറൈസൺ ഉണ്ട്. യു ക്യാൻ ഇൻവെസ്റ്റ് ഡയറക്ട്ലി ടു 10 years ടൈം ഫ്രെയിം ഓർ സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എൻ അഗ്രസീവ് റിസ്ക് പ്രൊഫൈൽ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ഐ ഹാവ് ടോൾഡ് യു ഓൾറെഡി, നോ യുവർ സെൽഫ്. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഡിപ്പെൻഡൻസ്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ്, ഇതൊക്കെ മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് നിങ്ങൾ ഏത് റിസ്ക് പ്രൊഫൈലിൽ വരുന്ന ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ സോർട്ട് ചെയ്യുക. ഏതർ ഐ എം കൺസർവേറ്റീവ്, ഏതർ ഐ എം മോഡറേറ്റ്, ഏതർ ഐ എം അഗ്രസീവ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഇൻകം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫിഗർ ഔട്ട് ചെയ്യുക, അത് എഴുതി വെക്കുക. ആൻഡ് യു ട്രൈ ടു ലേൺ മോർ അബൌട്ട് ഇറ്റ്. എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. ഐ വിൽ ഹെൽപ്പ് യു ടു എനി എക്സ്റ്റെൻഡ് ദാറ്റ് ഐ ക്യാൻ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫിഗർ ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് വേ. അതായിരിക്കും കുറച്ചുകൂടി പ്രൊഫഷണൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ where I was talking about different investment strategies for you guys beginners, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണെങ്കിൽ make sure you like and subscribe this particular channel. Okay, so this is Ken's Million Dollars signing off. Let's talk everything finance in a coming video.